ചില കുട്ടികൾ എന്റെ ദൈവം ഗണപതിയാ, അപ്പൊ നിന്റെയോ? എന്റെ ദൈവം ശിവനട്ടോ, നിന്റെയോ? എന്റെ ദൈവം കൃഷ്ണനാ, എന്റെ ദൈവോ ചാത്തനാ, കുട്ടിച്ചാത്തനാ, നിന്റെ ദൈവോ കാളിയാ, നിന്റെ ദൈവോ കൂളിയാ. ഒറ്റയടിക്ക് പറഞ്ഞു എത്ര ഇനി എത്ര നടക്കുന്നില്ലേ? 30 കോടി ദേവതകളുണ്ട് നമുക്ക്. അപ്പൊ നമ്മള് പറയുന്നത് കുട്ടികൾ വിചാരിക്കും ഇത് പലതാണ് കേട്ടോ. കുട്ടികൾ നമ്മൾ ചോദിക്കും എന്താ ഗണപതിയുടെ തല ആനയുടെ തലയായി പോയത്? അച്ഛനും അമ്മയൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ടോ? എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? ഇത് സങ്കല്പമാണ്. എന്ത് സങ്കല്പമാണ്? ഇപ്പൊ ഞാൻ പറയുന്നു ഗണപതിയുടെ കയ്യിൽ എന്തൊക്കെയാണുള്ളത്? താമരയുണ്ട്. മോക്ഷത്തിന്റെ പുത്രിയാണ് താമര. ഒരു കയ്യിൽ എന്താണുള്ളത്? ഒരു കൈ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എന്താ പറയുക? സമാധാനം ഉണ്ടാവട്ടെ അല്ലേ? അനുഗ്രഹം അനുഗ്രഹിക്കുക. ഒരു കൈയാണെങ്കിൽ കോടാലിയുണ്ട്, മഴു. വിഘ്നങ്ങളൊക്കെ ഇല്ലാതാക്കി മുന്നോട്ട് പോകണമെങ്കിൽ അതിന്റെ ആവശ്യമുണ്ട്. ഒരു കാല് നിലത്ത്, ഒരു കാല് പൊന്തിച്ചു. ഭൂമിയുണ്ട്, പിന്നെ മുകൾത്തട്ടുമുണ്ട്, ജ്ഞാനമുണ്ട്, ഒപ്പം തന്നെ നമുക്ക് ലൗകിക ജീവിതമുണ്ട്. ഇങ്ങനെ വിവിധ സങ്കല്പങ്ങളാണ് നമ്മുടെ രൂപങ്ങളായി മാറുന്നത്. നമ്മൾ ഈ മോഡേൺ നാട്ടിൽ പറയും അബ്സ്ട്രാക്ട് എന്ന് പറയും. എനിക്ക് എന്റെ ദൈവത്തിന് എന്തൊക്കെ രാവണൻ 10 തല എന്ന് പെട്ടെന്ന് വരുമ്പോ 10 തലയോ 10 തലയെന്ന് ഉദ്ദേശിച്ചത് 10 കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാവുന്ന രാവണനാണ്. ആ സങ്കല്പം വരുമ്പോഴാണ് 10 തല വരുന്നത്. നമ്മുടെ ഈശ്വരീയമായിട്ട് നമ്മൾ കൊടുക്കുന്ന സങ്കല്പങ്ങൾ, ഇപ്പൊ നമ്മൾ പറയുന്നത് എന്റെ ദേവി ഇങ്ങനെയായിരിക്കണം, ഓരോരുത്തർക്കും ആഗ്രഹമില്ലേ? ഈശ്വരൻ പലതല്ല, ഒറ്റ ഒന്നേ ഉള്ളൂ. അത് ലോകത്ത് ആദ്യമായിട്ട് പ്രസ്താവിച്ചതും ഹൈന്ദവ സമൂഹമാണെന്ന് അഭിമാനത്തോടു കൂടി പറയണം. കാരണം എല്ലാവരും പറയുന്നത് വിഗ്രഹാരാധകർ എന്ന് പറയുന്നുണ്ട്. വിഗ്രഹ ആരാധകർ എന്ന് പറയുമ്പോ നമുക്ക് വിവിധങ്ങളായിട്ടുള്ള ദൈവങ്ങളാണെന്നാണ് അതിന്റെ സങ്കല്പം അല്ലേ? അങ്ങനെയല്ല. ഒരു ദൈവത്തെ സകല രൂപങ്ങളിലും കാണാൻ ഹിന്ദുവിന് കഴിയും. കാരണം എന്താണ്? ദൈവം എന്നത് ഹിന്ദുവിനെ സംബന്ധിച്ചോളം സകലത്തിലുമുള്ള പൊരുൾ എന്താണോ അതാണ് ദൈവം, അതാണ് ഊർജം, അതാണ് ബ്രഹ്മം. എന്നിൽ മിടിക്കുന്നതും നിങ്ങളിൽ മിടിക്കുന്നതും ഈ അമ്മയാകുന്ന ഭൂമിയിലുള്ളതും ഈ വൃക്ഷത്തിലുള്ളതും നായയിലുള്ളതും പല്ലിയിലുള്ളതും സകലത്തിലും പ്രവർത്തിക്കുന്ന ഏത് ശക്തിയാണ്? ബ്രഹ്മമാണ്. എന്നാ പിന്നെ എനിക്ക് മണ്ണിനെ ദൈവമേ എന്ന് വിളിച്ചൂടെ? അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മണ്ണിനെ ദേവി എന്ന് വിളിച്ചത്. അവിടെയുള്ള ആ ജലത്തെ നമ്മൾ എന്താ വിളിക്കുന്നത്? ജലദേവതയാണില്ലേ. നമ്മൾ വായുവിനെ വിളിക്കുന്നതോ വായുദേവനാണ്, സൂര്യദേവനാണ്. എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഒന്ന് എന്തിലും നമുക്ക് ദർശിച്ചൂടെ? നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ദർശിക്കാം. ശിവനിൽ ദർശിക്കാം, വിഷ്ണുവിൽ ദർശിക്കാം, ഈ പറയുന്ന ഗണപതിയിൽ ദർശിക്കാം. സകലത്തിലും ഹിന്ദുവിന് ആരെ ദർശിക്കാം? മുഹമ്മദിലും ദർശിക്കാം, ജോസഫിലും ദർശിക്കാം. ഹൈന്ദവ സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ മേന്മയാണത്. സകലത്തിലും ഈശ്വരനെ ദർശിക്കുക. കാരണം ഈശ്വരീയമല്ലാത്ത ഒന്നും ഈ ലോകത്തില്ല.